ഹായ് എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു വൈകുന്നേരത്തെ ക്ലീനിങ് പരിപാടിയാണ്. നമ്മുടെ ഗാർഡനിലെ ഒരു സൈഡ് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കണു ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഇതുപോലുള്ള ഏരിയയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വല്ല പാമ്പെങ്ങാനും അതിൻ്റെ ഉള്ളിലെങ്ങാനും ഇരിപ്പുണ്ടെങ്കിൽ ഇറങ്ങി വരാനായിട്ടാണ്. പെട്ടെന്ന് നമ്മൾ ചട്ടിയൊക്കെ എടുത്ത് പൊക്കുമ്പോൾ വല്ല പാമ്പിനെയും കണ്ട് പേടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ആദ്യമേ ഞാൻ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് തട്ടി നോക്കിയതേ. കാരണം നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ചെടിക്കൊക്കെ നനയ്ക്കുമ്പോൾ അവിടെ കുറച്ച് തണുപ്പുള്ളത് കൊണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം ജസ്റ്റ് കണ്ടിട്ടും ഉണ്ടായിരുന്നു. ഇവിടെ ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ച് പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണേ. ഇനിയിപ്പോൾ നമുക്ക് ഈ പോട്ട്സ് എല്ലാം ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി അതിനകത്തുള്ള കരിഞ്ഞ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം ഇതെല്ലാം പറക്കി വെക്കാനേ. നമ്മൾ ഏതൊരു ഏരിയ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഡീപ്പ് ക്ലീനിങ് അത്യാവശ്യമാണ്. ഇതിപ്പോൾ കുറച്ചധികം ദിവസമായി ഈ ഏരിയയിൽ വെള്ളം ഒഴിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. ചൂടും വെയിലും ഒക്കെ ആയത് കാരണം ഈ സൈഡിലേക്ക് അങ്ങനെ അധികം വരുന്നതേ ഇല്ല കേട്ടോ. ജസ്റ്റ് വെള്ളം ഒഴിക്കും, അത്ര തന്നെ ഉള്ളൂ. ഈ പ്ലാന്റൊക്കെ ദാണ്ടെ ഇതിനകത്തുള്ള ലീഫെല്ലാം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം കൂടുതലും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. നമ്മുടെ അഗ്ലോണിമാസ് പോലെയുള്ള പ്ലാന്റ്സ് ആണ്. ഇവിടെ ഒന്ന് രണ്ട് പേരയുടെ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് വെയിൽ കുറവായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് വേറൊരു സ്ഥലത്തിരുന്ന പ്ലാന്റ്സ് ഇവിടേക്ക് മാറ്റി വെച്ചത്. പക്ഷേ ഇപ്പോഴത്തെ കഠിനമായ ചൂടിൽ ഇവിടെയും നല്ല ശക്തമായി വെയിലടിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പകൽ സമയത്തൊന്നും ഞാൻ കൂടുതലും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത്ര കൃത്യമായി അറിയാൻ കഴിയുന്നില്ല. പക്ഷേ അവരുടെ ഹെൽത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇവർ ഷെയ്ഡിലിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. നമ്മുടെ മുറ്റത്ത് ഏകദേശം ഒരു 12 മണിക്ക് ശേഷമൊക്കെയാണ് ശക്തമായ വെയിൽ വരുന്നത്. പോക്ക് വെയിലാണ് കൂടുതലും അടിക്കുന്നത്. ഈ ഒരു അഗ്ലോണിമയാണ് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നത്, അതും ഓൺലൈനിലായിട്ട് ഒരു പ്ലാന്റ് മേടിക്കുന്നത്. ഈ അഗ്ലോണിമയും വേറെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡും കൂടിയാണ്. അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഇതിനകത്ത് നിന്ന് ഒരുപാട് പ്ലാന്റ്സ് സെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ അഗ്ലോണിമയും നല്ലൊരു അഗ്ലോണിമയാണ്. ഇത് ഞാനിവിടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് തന്നെ മേടിച്ചതാണേ. എല്ലാ പ്ലാന്റ്സും ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഇതുപോലുള്ള കരിഞ്ഞ ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി നിർത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. എങ്കിലേ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ കൈകൾ അവിടെ ചെന്നില്ലെങ്കിൽ എല്ലാം നാശമായി പോകും. നമ്മളൊരു പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. എനിക്കും അതുപോലെ തന്നെയാണ്. ഇതിപ്പണി തന്നെ കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഓരോരോ കാരണങ്ങളാൽ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഈ ലീഫെല്ലാം കട്ട് ചെയ്ത് ഞാൻ താഴേക്ക് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് കരിയില കമ്പോസ്റ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ പ്ലാന്റ്സൊക്കെ കുറച്ചുകൂടെ ഷെയ്ഡിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് നിന്നേനെ കേട്ടോ. ഈ മഴ സമയമാകുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം വെയിലടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഷെയ്ഡിലേക്ക് മാറ്റാന്ന് വെച്ചാൽ അങ്ങനൊരു പ്ലേസ് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഇലകൾ മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. വെട്ടി ഞാൻ ഒരുപാട് ഇലകൾ വെട്ടേണ്ടി വന്നിട്ട്. ഈ പ്ലാന്റൊക്കെ നല്ല വൈറ്റ് പോട്ടിൽ ഇൻഡോർ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇൻഡോറും നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് കുറവാണ്. ഇതുവരെ ഞാൻ അങ്ങനെ ഇൻഡോറിൽ അധികം പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഈ പോട്ടിലിരിക്കുന്ന പ്ലാന്റ് നന്നായിട്ട് അങ്ങ് ഹൈറ്റ് വെച്ച് പോയി. അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി നടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ നീണ്ടുപോയ സ്റ്റെം എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ അഗ്ലോണിമാസ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ ഇതുപോലുള്ള കമ്പുകൾ അതിനെന്താണ് പറയുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലേ. അതിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോ നോട്ട്സിൽ നിന്നും നമുക്ക് ഓരോ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അങ്ങനെ തൈകൾ ഉണ്ടാക്കി ഒരുപാടെണ്ണം സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൺലൈനായോ അല്ലാതെ എല്ലാം സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഒന്നിനും ടൈമില്ലാത്തത് കൊണ്ടാണേ. എന്നും വൈകുന്നേരങ്ങളിൽ പണികളുണ്ടെങ്കിലും ഇതുപോലുള്ള ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഞാൻ കട്ട് ചെയ്യുന്ന നോട്ട്സൊക്കെ കളയുന്നുണ്ട്. കാരണം അതൊക്കെ നട്ട് വെക്കാനുള്ള പോട്ടുകളൊന്നും നമ്മുടെ കയ്യിലില്ലേ. ആ കട്ട് ചെയ്തെടുത്ത ലീഫുള്ള ആ സ്റ്റെമ്മ് മാത്രമേ ഞാൻ കുത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ആ പോട്ടിലൊന്ന് വെച്ച് വെക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടാകുന്ന. ഈ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് യെല്ലോ കളറായിട്ട് നിന്നാലും കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള ഇലകളെല്ലാം ഞാൻ എടുത്ത് കളയുന്നുണ്ടേ. ഇപ്പോൾ എന്തായാലും ഒന്ന് നീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ വെക്കുമ്പോൾ.
ഈ അഗ്ലോണിമയുടെയും ലീഫ് മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് മൊത്തവും വെട്ടിക്കളയാനേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാ പ്ലാന്റ്സും എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കരിഞ്ഞ ലീഫെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് ചുവടൊക്കെ ഒന്ന് നീറ്റാക്കി നിർത്തിയിട്ടുണ്ടേ. ഇനി നമുക്കിവിടെ ഒന്ന് തൂത്ത് ക്ലീൻ ആക്കി എടുക്കാവേ. എന്തായാലും ബ്ലാക്ക് ഷീറ്റ് വിരിച്ചത് കൊണ്ട് അധികം പുല്ലങ്ങനെ കിളിച്ച് വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ വെള്ളം വീഴുന്നിടത്തെല്ലാം പുല്ല് കിളിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ്സ് എത്ര അങ്ങോട്ട് ഹെൽത്തി ആയിട്ട് വന്നില്ലെങ്കിലും കിളിക്കുന്നപ്പോൾ പുല്ല് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവർക്ക് വളമോ ഒന്നും വേണ്ട, കുറച്ച് വെള്ളം മാത്രം കിട്ടിയാൽ മതി, എവിടെയാണെങ്കിലും അവർ പിടിച്ച് നിന്നോളും. തൂത്ത് വൃത്തിയാക്കാനും എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ കരിയില കമ്പോസ്റ്റിനകത്തേക്ക് റെഡിയാക്കാനായിട്ട് ഇടാം. ഞാൻ ഒരു ചാക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ ചാക്കിനകത്ത് അടിയിൽ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കരിയില അതിനകത്ത് ഇട്ടത്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ഷീറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഓസ് വെച്ചിട്ട് നല്ല ശക്തിയായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. മണ്ണെല്ലാം വീണിട്ട് ഷീറ്റ് മൊത്തം അഴുക്കായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുക്കാറുള്ളതാണ്. ഇപ്പോൾ എന്തായാലും നോമ്പൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാനത് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അതാണ് ഇത്രയ്ക്കും അഴുക്കുമായത്. ഇനി നമുക്കിതിനെ നല്ലതായിട്ട് തേച്ച് കഴുകി ഇറക്കാം. ഈ വെള്ളം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വെള്ളം ഒഴുക്കുള്ള സ്ഥലത്തേക്കല്ലേ പോവുള്ളൂ. തൽക്കാലം നമുക്കിവിടെ ചൂലിട്ട് നല്ല തേച്ചൊരച്ചൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിന് തൂത്ത് കളയാം കേട്ടോ. ഒരു വട്ടം ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം എല്ലാം കളഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ പൈപ്പ് തുറക്കാനും അടയ്ക്കാനും ഒന്നും മോനെ വിളിച്ചിട്ട് കൂടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പോകണം പൈപ്പ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ആയിട്ട്. അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മോപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ മോപ്പ് പഴയൊരു മോപ്പാണ്. ഞാൻ ഇവിടെയൊക്കെ തുടയ്ക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ ഞാനിവിടെ തൂത്തതിന് ശേഷം ഇതുപോലെ തുടച്ചെടുക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് കൊണ്ടും ഒരുപാട് അഴുക്കുള്ളത് കൊണ്ടാണ് ഇന്ന് തേച്ച് കഴുകിയത്. ഇനി നമുക്ക് ഈ മോപ്പ് വെച്ച് തുടച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. ആ വെള്ളം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണല്ലേ ഇതുപോലെ മുറ്റം തുടച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ടോ? ഒരുപാട് കാശൊന്നും മുടക്കാനില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് നീറ്റാക്കി ഇടാൻ പറ്റുമെങ്കിൽ. ഇത് കേടുവന്നു പോയ മോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞ് കളയിലേ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് ഇതന്ന് എടുത്ത് കളഞ്ഞിരുന്നതാണ്. നമ്മുടെ തറ അത്ര നിരപ്പല്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ റൂമൊക്കെ തുടച്ചെടുക്കുന്ന പോലെ അത്ര പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നാൽ സാരമില്ല. ചെടിക്ക് ഒഴിച്ചപ്പോൾ അതേ തറയിൽ വീണ്ടും ഞാൻ തുടച്ച സ്ഥലത്ത് വീണത് കാരണം ഞാൻ പിന്നെ ചെടിക്ക് ഒഴിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ഞാൻ തന്നെ വീണ്ടും എനിക്ക് പണികൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്തായാലും കുറച്ച് നേരം പണിപ്പെട്ട് അവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. നമുക്ക് മോപ്പുള്ളത് കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടേക്ക് പ്ലാന്റ്സ് എല്ലാം പറക്കി വെക്കണം. ഏകദേശം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടേ. പ്ലാന്റ്സ് പറക്കി വെക്കുന്നതിന് മുന്നേ ഞാൻ കരുതി നമുക്ക് കുറച്ച് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ ചാണകപ്പൊടിയും കൂടി എല്ലാ പ്ലാന്റ്സിനും ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ അഗ്ലോണിമ നടണമല്ലോ, അങ്ങനെ അതിനകത്ത് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്ത് കുത്തി വെക്കാമെന്നാണ് കരുതുന്നത്. അതിൽ നിൽക്കുന്ന അഗ്ലോണിമ കുറേ നാളായതാണ്. അപ്പോൾ അതിനെ ഒന്ന് പിഴുത് മാറ്റാമെന്ന് വെച്ചിട്ട് മാക്സിമം ട്രൈ ചെയ്തു, പറ്റുന്നില്ല. എന്നാൽ ആ പോട്ടിനെ കൊണ്ടുപോയി തറയിലേക്ക് വെച്ച് ശ്രമിച്ചു വെക്കാന്ന് വെച്ച് ഞാൻ വേറെയൊക്കെ കൊണ്ടുവച്ച് ശ്രമിച്ചു നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. മൺചട്ടി കൂടി ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് തറയിലൊന്ന് തട്ടാനും പറ്റില്ല. എപ്പോഴും ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത് പ്ലാസ്റ്റിക് ചട്ടി തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ചട്ടി ഇനിയിപ്പോൾ കളയിലേ നിർവാഹമുള്ളൂ കേട്ടോ. ഒരു ചട്ടി വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ മണ്ണും കൂടി മിക്സ് ചെയ്ത മിശ്രിതം ഒന്ന് ഇട്ടിട്ട് അതിനകത്തേക്ക് എന്നെ കുത്തി വെക്കുകയാണ്. നോക്കാം, നമുക്ക് പിടിച്ച് വരികയാണെങ്കിൽ പിടിച്ച് വരട്ടെ അല്ലേ. അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാന്റ്സ് നടാൻ വേറൊരു പോട്ട് വേണം. തൽക്കാലം ഇപ്പം നമുക്ക് പോട്ട് ഇരിപ്പുണ്ട്, പക്ഷെ അത് നടാൻ വേറെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതിൽ നടാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ കുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാത്തിനും കുറച്ച് കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പഴയ ഏരിയയിലേക്ക് തന്നെ പിറക്കി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി ഒതുക്കണം, കാരണം ഏകദേശം മഴ വരാറായിട്ടുണ്ട് കേട്ടോ. ഒരു മഴക്കോള് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുന്നേ നമുക്ക് പണികളെല്ലാം ഒതുക്കണം. വൈകുന്നേരങ്ങളിൽ ഇതുപോലുള്ള പണിയൊക്കെ ചെയ്ത് നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ രാത്രി കിടന്നാൽ നല്ല സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയാറുണ്ട്. പക്ഷേ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട് അത് പെൻഡിങ് ഇട്ടിട്ടാണ് അന്നത്തെ ദിവസം കിടക്കുന്നതെങ്കിൽ
എനിക്ക് ഉറങ്ങാൻ ഒരുപാട് ടൈം എടുക്കും, ഒരു മനസ്സമാധാനവും ഉണ്ടായില്ല കേട്ടോ. ഇന്നപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എന്തായാലും ഈ പ്ലാന്റ്സ് ഒക്കെ പറക്കി വെച്ച് നമ്മളവിടെ കഴുകിയൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് നീറ്റായിട്ടുണ്ടല്ലേ. നമുക്കുള്ള ഏരിയ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീറ്റാക്കി ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബായ്.